പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം. കർത്താവ് മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. നിൻ്റെ സഹോദരനായ അഹരോൻ നിൻ്റെ പ്രവാചകനായിരിക്കും. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തെ ഏറ്റവും സൗമ്യനായ മോശയെ തിരഞ്ഞെടുത്ത് വിളിച്ച് അയക്കുന്ന ഒരു ഭാഗമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. ദൈവം മോശ തിരഞ്ഞെടുത്ത് വിളിക്കുന്നതിന് പിന്നിലെ അടിസ്ഥാന കാര്യം തന്നെ സഹോദരരോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവജനത്തോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു. ആ ദൈവജനത്തോടുള്ള സ്നേഹം മോശ പ്രകടിപ്പിച്ചപ്പോൾ ദൈവം മോശനെ ആ ജനതയുടെ മുഴുവനും നേതാവായി, പ്രവാചകനായി ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത് ആ മോശയോടൊപ്പം ദൈവമായ കർത്താവ് എല്ലാ കാലവും കൂടെ ഇരുന്നു. അത്രയേറെ സൗമ്യനായിരുന്ന മോശയെപ്പോലെ ദൈവത്തെ മുഖാമുഖം കണ്ട പ്രവാചകന്മാർ പിന്നെ ബൈബിളിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അത്രത്തോളം ദൈവമായ കർത്താവ് മോശയോട് ഒന്നു ചേർന്നിരുന്നു, കൂടെ ഇരുന്നു. അപ്പോൾ ഇത്രത്തോളം സ്നേഹിക്കാനുള്ള അടിസ്ഥാന കാരണം മോശ തൻ്റെ ദൈവജനത്തോട്, തൻ്റെ സഹോദരരോട് കാണിച്ച ദൈവസ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും തൻ്റെ സഹോദരൻ ആരാണ്, ദൈവജനം ഏതാണ് എന്നുള്ള തിരിച്ചറിവ് അറിയാൻ കഴിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ദൈവനിന്ദയായി കാണാൻ കഴിയുന്ന ഒരു ചരിത്ര സത്യം. ഇത്രമേൽ അധികം സ്നേഹിക്കുന്ന ഒരു ദൈവം ശത്രുവിൻ്റെ മുമ്പിലേക്ക് നമ്മളെ പറഞ്ഞയക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഭീതി ഉളവാക്കി, അവൻ്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് തോന്നുന്നത് എന്താണ്? ആ ദൈവതുല്യനായ മനുഷ്യൻ, ദൈവത്തെ പോലെ. അതെ, ഓരോ ക്രിസ്ത്യാനിറ്റിയിൽ അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ ക്രിസ്തു അക്ഷരം പ്രതി ജീവിക്കുന്നു. അതാണ് സത്യം. അവൻ്റെ മുമ്പിൽ പാമ്പും തേളും ശത്രുവിൻ്റെ സകല മുട്ടുകളും മടങ്ങും. ഒരു തിന്മയും നിന്നെ യേശില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കുള്ള കുറവോ, നൈജീരിയയിൽ വധിക്കപ്പെട്ടാലും സുഡാനിൽ വധിക്കപ്പെട്ടാലും ലോകത്ത് എവിടെ വധിക്കപ്പെട്ടാലും നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ അമ്മയും അപ്പയും സഹോദരന്മാരാണ് മരിക്കപ്പെട്ടു പോകുന്നത്, കൊല്ലപ്പെട്ടു പോകുന്നത്, ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്, ഒരാത്മബോധം നമുക്കുണ്ടായിരിക്കട്ടെ. പരസ്പരം കൈകോർക്കാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നന്ദി.